ഹരി ഓം. 73-ാമത്തെ ശ്ലോകം. ഇപ്പൊ ഇവിടെ ഗുരു പ്രതിജ്ഞ ചെയ്തത് ഏതൊന്നിനെയാണോ നീ അറിയേണ്ടത്, ആ നീ ചോദിച്ച ആത്മാവേത് അനാത്മാവേത് എന്ന് നിനക്ക് ഞാൻ പറഞ്ഞു തരാം. അതിൽ അനാത്മനിരൂപണമാണ് ആദ്യം. എന്താ കാരണം? അനാത്മാവിനെ, ആത്മാവല്ലാത്തതിനെയാണ് തനിക്ക് നല്ലോണം പരിചയം. നമുക്കൊക്കെ എന്ത് ഞാനല്ലയോ അതിന് നമുക്ക് നല്ല പരിചയമുണ്ട്. കാരണം അതിനെയാണ് നമ്മളെന്ന് ധരിച്ചു വച്ചിരിക്കുന്നത്. ആ അനാത്മാവിനെ തന്നെ 3 തരത്തിൽ പറയാം. സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണ ശരീരം എന്നും നമ്മൾ പറഞ്ഞു. അതിൽ സ്ഥൂല ശരീരത്തെയാണ് ഇപ്പൊ ചർച്ച ചെയ്യുന്നത്. ആ സ്ഥൂല ശരീരം എന്തൊക്കെ ചേർന്നുണ്ടാകണതാണ് എന്നാണ് ഇവിടെ ഇതുവരെ വിവരിച്ചത്. മജ്ജ, അസ്ഥി, മാതസ്, മാംസം, രക്തം, തൊലി, ചർമ്മം എന്ന് വെച്ചാൽ അകത്ത തൊലി, ത്വക്ക് പുറത്ത തൊലി, ഇങ്ങനെയുള്ള സപ്തധാതുക്കളെ 7 വസ്തുക്കളെ കൊണ്ടുണ്ടാക്കിയതും, കാല്, തുട, മാറിടം, കയ്യ്, പുറം, തല, ഇങ്ങനെയുള്ള അംഗങ്ങളും ഉപാംഗങ്ങളും ചേർന്നതും ആണ് ഈ സ്ഥൂല ശരീരം. അങ്ങനെയുള്ള ഈ ശരീരം എങ്ങനെ ഞാനാകും? ഈ ശരീരം എങ്ങനെ ഞാനാകും? ഇത് ജഡമല്ലേ. ഇത് സ്വയം അറിയാനുള്ള സാമർഥ്യമുണ്ടോ, കഴിവുണ്ടോ? ഈ സ്ഥൂല ശരീരത്തിനെ ആരറിയുന്നത്? നോക്കൂ, നമ്മളൊരു വസ്തു, ഒരു ഒബ്ജക്റ്റിനെ അറിയണമെന്നിരിക്കുക. ഇതൊരു പേപ്പർ വെയിറ്റ്. ഈ പേപ്പർ വെയിറ്റിനെ നമ്മൾ കാണുന്നു, അറിയുന്നു. ഈ പേപ്പർ വെയിറ്റ് നമ്മളാവോ? ഇല്ല. നമ്മൾ ഈ ഡെസ്കിനെ അറിയുന്നു, ഈ ഡെസ്ക് നമ്മളാവോ? എനി ഒബ്ജക്റ്റ് നിങ്ങൾ എടുക്കൂ, ഏതൊരു വസ്തു, വീട്, കാറ്, അങ്ങനെ ഓരോ വസ്തുക്കളെ നമ്മൾ അറിയുന്നു. ആ അറിയുന്ന വസ്തുക്കൾ നമ്മളാവോ? ഇല്ല. അറിയുന്നവൻ അറിയപ്പെടുന്ന വസ്തുവിൽ നിന്ന് ഭിന്നനാകണം. അതാണ് നിയമം, അല്ലേ? അറിയുന്നവൻ അറിയപ്പെടുന്ന വസ്തുവിൽ നിന്ന് ഭിന്നനാവണം. ദ്രഷ്ടാവ് ദൃശ്യത്തിൽ നിന്ന് ഭിന്നനാവണം. സബ്ജക്റ്റ് ഒബ്ജക്റ്റിൽ നിന്ന് ഭിന്നനാവണം. വേണ്ടേ? വേണം. എൻ്റെ വീട് നമ്മൾ പറയണു, നമ്മുടെ വീട് നമ്മളല്ല, നമുക്കറിയാം. എൻ്റെ കാറ് നമ്മൾ പറയണു, ആ കാറ് എൻ്റെയാണ്, പക്ഷെ ഞാനല്ല, നമുക്കറിയാം, അല്ലേ? എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ കുട്ടിയോള്, എൻ്റെ സ്വത്ത്, ഇതൊക്കെ നമ്മൾ എൻ്റെ എന്ന് പറയണം. എൻ്റെ എന്ന് എന്തിനാ പറയണോ? അതൊന്നും നമ്മളല്ല, നമുക്കറിയാം, അല്ലേ? പക്ഷെ എപ്പോ ഈ ദേഹത്തിലേക്ക് വരുമോ, when it comes to the body, അപ്പൊ എന്താ, നമുക്ക് അത് മറന്നു പോകുന്നു. എന്താ അത്? എൻ്റെ ദേഹം എന്നാണ് നമ്മൾ പറയുക. എൻ്റെ വീട് എന്ന് പറയണ അതേപോലെയാണ് എൻ്റെ ദേഹം, എൻ്റെ തല, എൻ്റെ കണ്ണ്, എൻ്റെ കയ്യ്, എൻ്റെ കാല്, എൻ്റെ വയറ് വേദന, എൻ്റെ തലയ്ക്ക് വേദന, എൻ്റെ മുതുകിന് വേദന എന്ന് നമ്മൾ പറയാ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ശരീരത്തെ എൻ്റേതാണ്, എന്നാൽ അറിയപ്പെടുന്നതാണ്, ഈ ഗഞ്ചും കസേരയും ഡെസ്കും ഇതൊക്കെ പോലെ എന്നാൽ അറിയപ്പെടുന്നതായിട്ടും അതിനെ ഞാനെന്ന് വിശ്വസിക്കുന്നു. ഇവിടെയാണ് തകരാറ്. അപ്പൊ എന്താ പറ്റിക്കണത്? അനാത്മാവിനെ ആത്മാവെന്നെടുത്തിരിക്കുന്നു. ആത്മാവെന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്ന് അന്യമായൊരു വസ്തുവാണ് ധരിച്ച ഒരു കാര്യമില്ല കേട്ടോ. ഈ ശരീരത്തെ അറിയുന്ന താനെയാണ് ഞാൻ. ഞാൻ എന്ന് പറഞ്ഞാൽ, ആത്മാവെന്ന് പറഞ്ഞാൽ ഞാനെന്ന് മനസ്സിലാക്കണം. അപ്പൊ ഞാനല്ലാത്തതാണ് ഇതൊക്കെ, ഈ പറയപ്പെട്ടതൊക്കെ സപ്തധാതുക്കളും അതുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഈ കൈകാലുകളോട് കൂടിയ ഈ മെഷീൻ ഉപകരണം. ഇതിനെ എൻ്റേത് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണു? ഞാൻ വേറെയാണ്, ഞാൻ ഇതിനെ കാണുന്ന ആളാണ്, ഞാൻ ഇതിന് ദ്രഷ്ടാവാണ് എന്ന് മനസ്സിലാക്കുന്നതിന് പകരം തന്നെ ഈ ദേഹമായി എടുത്തിട്ട് ദേഹത്തിന്റെ ധർമ്മങ്ങളൊക്കെ എൻ്റെ എന്ന് വിചാരിക്കണം, അല്ലേ? ദേഹത്തിന്റെ ജന്മം എൻ്റെ ജന്മം, അതിന്റെ മരണം എൻ്റെ മരണം, അത് തടിച്ചാൽ ഞാൻ തടിച്ചു, അത് മെലിഞ്ഞാൽ ഞാൻ മെലിഞ്ഞു, അതിന് സുഖപ്പെടുന്ന ഞാൻ രോഗി, ഇങ്ങനെയെല്ലാം മനസ്സുകൊണ്ട് താൻ ഏറ്റെടുക്കുന്നു. ഇതാണ് സംസാരബന്ധനത്തിനും ദുഃഖത്തിനും കാരണം. അതുകൊണ്ടാണ് വളരെ ശ്രദ്ധിച്ച് കേട്ടതിൽ മനസ്സിൽ നല്ലോണം ഉറപ്പിക്കൂ എന്ന് ഒരു പറയാൻ കാരണം. കേട്ടാ പോരാ, കേൾക്കുമ്പോ തന്നെ ഇത് താനല്ലെന്ന് ഉറപ്പിച്ചുകൊണ്ടേ പോകണം എന്നർത്ഥം. അടുത്ത ശ്ലോകം പറയണു: അഹം മമേതി പ്രഥിതം ശരീരം, അഹം മമേതി പ്രഥിതം ശരീരം, മോഹാസ്പദം സ്ഥൂലമിദീര്യതേ ബുധൈഃ, മോഹാസ്പദം സ്ഥൂലം ഇരീര്യതേ ബുധൈഃ, നഭോ നഭസ്വത് ദഹനാംബുഭൂമയഃ, നഭോ നഭസ്വത് ദഹനാംബുഭൂമയഃ,
സൂക്ഷ്മാണി ഭൂതാനി ഭവന്തി താനി. സൂക്ഷ്മാണി ഭൂതാനി ഭവന്തി താനി. അഹം മമ ഇതി പ്രതിതം ശരീരം. ഈ ശരീരം ഞാൻ എൻ്റേത് എന്ന വ്യവഹാരത്തിന് ആസ്പദമായിട്ടുള്ളതാണ്. ഞാനെന്നും എൻ്റേതെന്നും ഉള്ള ആ വ്യവഹാരത്തിന് ആസ്പദം എന്താ? ഈ ശരീരം. എന്തിനെ കുറിച്ച് ഞാനെന്ന് പറയാ? ഈ ശരീരത്തെ വെച്ചിട്ട് ഞാനെന്ന് പറയാം അല്ലേ? ഇതുമാതിരി എൻ്റെ ആൾക്കാര് നമ്മൾ എന്തിനെ പറയാ? ഈ ശരീരത്തോട് ബന്ധപ്പെട്ടവരില്ലേ? എൻ്റെ നാട്ടുകാര്, എൻ്റെ വീട്ടുകാര്, എൻ്റെ ഭാഷക്കാര്, എൻ്റെ സമുദായക്കാര്, എൻ്റെ മതക്കാര്, എൻ്റെ രാജ്യക്കാര് എന്നൊക്കെ പറയുമ്പോൾ ഈ ദേഹത്തിനെ ആസ്പദമാക്കിയിട്ടാ പറയാ അല്ലേ? അപ്പം അഹം ഞാനെന്നും എൻ്റേതെന്നുമുള്ള ആ വ്യവഹാരത്തിന് ആസ്പദമായിട്ടുള്ളതാണ്. ഇത് പ്രതിതം എന്ന് പറഞ്ഞല്ലോ, പ്രസിദ്ധം. അപ്പൊ ഞാനെന്നും എൻ്റേതെന്നുള്ളതായ ഭാവനയ്ക്ക് ആശ്രയം ഈ ശരീരമാണെന്നുള്ളത് പ്രസിദ്ധമായിട്ടുള്ള കാര്യമാണ്. മോഹാസ്പദം. മോഹം ചലോ തെറ്റിദ്ധാരണ, എല്ലാവിധ ഭ്രമത്തിനും തെറ്റിദ്ധാരണത്തിനും തെറ്റിദ്ധാരണയ്ക്കും കാരണമായിരിക്കുന്നതാണ്. എന്താ തെറ്റിദ്ധാരണ? ആദ്യത്തെ തെറ്റിദ്ധാരണ എൻ്റെ ദൃശ്യമായിട്ടും ഞാൻ കാണുന്നതായിട്ടും ഞാൻ അറിയുന്ന വസ്തുവായിട്ടും പുറത്തെ ഏത് വസ്തുവിനെ പോലെ അറിയപ്പെടുന്നൊരു വസ്തുവായിട്ടും ഈ സപ്തധാതുക്കളുടെ ഒരു കൂമ്പാരമായിട്ടും അത് ജഡമായിരുന്നിട്ടും ഞാൻ എന്ത് വിചാരിക്കണു? ഐ ആം ദിസ് ബോഡി, ഞാൻ ഈ ദേഹമാകുന്നു. ശരിയല്ലേ? ഇതാണ് മോഹം. മോഹം ച തെറ്റിദ്ധാരണ. നോക്കൂ, ചിന്തിച്ചു നോക്കൂ. ദൃശ്യമായിട്ടും ജഡമായിട്ടും നിരന്തരം കാണപ്പെടുന്ന വസ്തുവായിട്ടും അതിനെ കാണുന്ന ഞാൻ അതിന്ന് ഭിന്നനാണ്, ഞാൻ ജഡമല്ല, ഞാൻ ചേതനാണെന്ന് വിചാരിക്കുന്നതിന് പകരം ഞാൻ ഈ ജഡദേഹം തന്നെ എന്ന് നമ്മൾ ധരിക്കുന്നില്ലേ? അതാണ് മോഹാസ്പദം. ഏറ്റവും വലിയ തെറ്റിദ്ധാരണയ്ക്ക് കാരണമായിരിക്കുന്ന അർത്ഥം. അപ്പൊ ഞാനെന്ന ഭ്രമത്തിന് കാരണം, ഞാൻ ഈ ദേഹമാണെന്നുള്ള തെറ്റിദ്ധാരണയ്ക്ക് ആസ്പദവുമായ ഈ ശരീരത്തെ, മോഹാസ്പദം ആയിട്ടുള്ളതായി ഈ ശരീരത്തെ ബുധൈഹി ജ്ഞാനികള്, അറിവുള്ളവര്, ബുധന്മാരാൽ എന്ത് പറയണു? സ്ഥൂലം ഇതീര്യതേ, സ്ഥൂല ശരീരം എന്ന് പറയണു. സ്ഥൂലം, ഗ്രോസ് ബോഡി. വ്യക്തം? അഹം മമേധി പ്രദം ശരീരം, ഞാനെന്നും എൻ്റേതെന്നുള്ളതായ ഭാവനയ്ക്ക് ആശ്രയമെന്ന് പ്രസിദ്ധമായിട്ടുള്ളതും. ഞാൻ എൻ്റേന്നുള്ള വ്യവഹാരം എന്തിനെ ആസ്പദമാക്കിയിട്ടാ? ഈ ദേഹത്തെ ആസ്പദമാക്കിയിട്ടല്ലേ? അത് എല്ലാവർക്കും പ്രസിദ്ധമായിട്ട് അറിയാത്ത കാര്യമല്ല. ആത്മത്വഭ്രമത്തിന് ആസ്പദം. ഞാൻ ഈ ദേഹമെന്ന തെറ്റിദ്ധാരണയ്ക്ക് കാരണമാണ്. ഞാനെന്ന് പറഞ്ഞ ആത്മാവാണെന്ന് അറിയണില്ല, ദേഹത്തിനെ അറിയുന്ന അറിവാണ്, ചൈതന്യമാണെന്ന് അറിയണില്ല, ദേഹമാണെന്ന് തോന്നുന്നു. അപ്പൊ ഞാനെന്ന തെറ്റിദ്ധാരണയ്ക്ക് ആസ്പദമായിട്ടുള്ളതുമായ ഈ ശരീരത്തെ, ഈ ശരീരം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതിൽ നിന്ന് ഭിന്നമാണ് അല്ലേ? അറിയുന്നവരിൽ നിന്ന് ഭിന്നമാതിനല്ലേ ആ ഈ എന്നൊക്കെ പറയാൻ പറ്റുക? അത് ഇത് എന്ന സർവനാമം കൊണ്ട് പറയാൻ പറ്റുക? ദിസ് ബോഡി എന്നല്ലേ നമ്മൾ പറയാ അല്ലേ? ആ ശരീരത്തെ സ്ഥൂലം ശരീരം ഇരി ഈരതേ, സ്ഥൂല ശരീരം എന്ന് പറഞ്ഞു. സ്ഥൂലം എന്ന വാക്കിന്റെ അർത്ഥം, സ്ഥൂലം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ പ്രത്യക്ഷമായിട്ടുള്ളതെന്നർത്ഥം. ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാൻ കഴിയുന്നതിനാണ് സ്ഥൂലം എന്ന് പറയുന്നത്. അപ്പൊ നോക്കൂ, ഈ പുസ്തകത്തെ കാണുന്ന മാതിരി, ഈ ലോകത്തിലെ ഏത് വസ്തുവിനെ കാണുന്ന മാതിരി നമുക്ക് ഈ ശരീരത്തെ കാണാം. കണ്ണുകൊണ്ട് കാണാം, മൂക്കൊണ്ട് മണക്കാം, നാവുകൊണ്ട് തക്കാം അല്ലേ? ടേസ്റ്റ് ചെയ്യാം, കേൾക്കാം, മണക്കാം, ഒക്കെ ചെയ്യാൻ പറ്റില്ലേ? ഓ, ഇന്ദ്രിയോചരമാണത്. അങ്ങനെയുള്ള ഈ ശരീരത്തെ സ്ഥൂല ശരീരം എന്ന് പറഞ്ഞു. ശരീരം എന്ന വാക്കിന് എന്താ അർത്ഥം? സംസ്കൃതത്തിലെ ഒരു വാക്കിന് വെറുതെ ഒന്നിനൊരു ഒരു വസ്തുവിനൊരു പേരിടില്ല. സംസ്കൃതത്തിലെ ഓരോ പേരും കൊടുക്കുമ്പോൾ അതിന് അർത്ഥമുണ്ട്. ശരീരം എന്ന വാക്കിനർത്ഥം ശീര്യമാണത്വ ശരീര. ശീര്യമാണത്വ, ശീര്യമാണെന്ന് വെച്ചാലോ നശിച്ചുകൊണ്ടേയിരിക്കുന്നത്, മാറിക്കൊണ്ടേയിരിക്കുന്നത്. നമ്മൾ സാധാരണ എന്താ പറയുക? കുട്ടി വളർന്നുകൊണ്ടിരിക്കുന്നു, ഞാൻ വളർന്നുകൊണ്ട്, ഐ ആം ഗ്രോയിങ് ഗ്രേഷ്യസ്ലി, പ്രായാവണേന്ന് പറയണത് അല്ലേ? ആക്ച്വലി നമ്മൾ ഗ്രോ ചെയ്യുകയാണ്, വളരുകയാണ്.
കൊച്ചുകുട്ടി വളർന്ന് യുവാവായി, യുവാവ് വളർന്ന് മധ്യവയസ്കനായി, മധ്യവയസ്കൻ വളർന്ന് വൃദ്ധനായി. ആക്ച്വലി ഇവിടെ ഈ പ്രോസസ്സിലൊക്കെ എന്താ സംഭവിച്ചത്? ശീര്യമാണ് നശിച്ചുകൊണ്ടിരിക്കുക അല്ലേ? ഒരു വശം നമ്മൾ ഗ്രോത്ത്, വളർച്ച എന്ന് പറയും. പക്ഷെ അതെന്താണ്? പഴയ സെല്ല് മരിച്ച് പുതിയ സെല്ല് ജനിച്ചു അല്ലേ? ഇവിടെ ശീര്യമാണ്, ഇവിടെ നശിച്ചുകൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും ഇങ്ങനെ നിരന്തരം മാറിക്കൊണ്ട് നശിച്ചുകൊണ്ടേ ഇരിക്കുന്നത് കൊണ്ടാണ് ശരീരം എന്നതിന് പറയാൻ പേര് വരാൻ കാരണം. ഈ സ്ഥൂലദേഹത്തിന് സ്ഥൂല ശരീരം, സ്ഥൂലമിതീരതേ ബുധൈഹി, സ്ഥൂല ശരീരം എന്നതിനെ പറയണം. ബുധന്മാര്, ജ്ഞാനികള്, അറിവുള്ളവര്, ഇതിനെക്കുറിച്ച് അറിവുള്ളവര്. അപ്പൊ ശീര്യമാണത്വാൽ ശരീര. അപ്പൊ ശരീരം മരിക്കാണ്ടിരിക്കുന്ന ആരും വിചാരിക്കരുത്. എന്താ കാരണം? ശരീരത്തിന്റെ പേര് തന്നെ അത് മരിക്കണമെന്നാണ്, അത് നശിച്ചുകൊണ്ടിരിക്കണമെന്ന് അർത്ഥം. മനസ്സിലായോ? ഒരു സമയത്തില്ല. ശീര്യമാണത്വം വെച്ചാലോ ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്. മാറിക്കൊണ്ടേയിരിക്കുക, മരിച്ചുകൊണ്ടേയിരിക്കുക, നശിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. അതിൽ അവസാനത്തെ മാറ്റം മാത്രമാണ് മരണം എന്ന് പറഞ്ഞത്. അതാണ്. ഇനി ഇത് എന്തുകൊണ്ടുണ്ടാക്കിയതാണ്? ഈ സ്ഥൂല ശരീരങ്ങള് നേരത്തെ പറഞ്ഞു സപ്തധാതുക്കളെ കൊണ്ടുണ്ടാക്കിയതാണ്. ഈ സപ്തധാതുക്കൾക്ക് ആശ്രയമായ ഘടകങ്ങൾ എന്തൊക്കെയാണ്? നഭഹ, നഭഹ വെച്ചാലോ നഭസ്, നഭസ് എന്നാണ് വാക്കാണ് ചേർത്ത് പറയുമ്പോൾ നഭോ എന്ന് പറഞ്ഞത്. നഭസ് എന്ന ആകാശം, സ്പേസ്. നഭസ്വത് രണ്ടാമത്തെ വാക്ക്. നഭോ നഭസ്വ ദഹനാംബുഭൂമയ സൂക്ഷ്മാണി ഭൂതാനി ഭവന്തി താനി എന്ന് പറഞ്ഞു. എന്തെല്ലാം ചേർന്നതുണ്ടായി? സൂക്ഷ്മഭൂതങ്ങള് ചേർന്നിട്ടുണ്ടായതാണ് ഈ സ്ഥൂല ശരീരം. ഈ സ്ഥൂല ശരീരം ഉണ്ടായത് പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ്. നേരത്തെ സപ്തധാതുക്കൾ എന്ന് പറഞ്ഞു. അത് അടിസ്ഥാനം എന്താണ്? 5 ഭൂതങ്ങളുണ്ട്. ആകാശം, വായു, അഗ്നി, ജലം, പൃഥ്വി എന്നുള്ള 5 ഭൂതങ്ങൾ. ഈ ഭൂതം ആദ്യം സൂക്ഷ്മമായിരുന്നു. സൂക്ഷ്മമായ ആ ഭൂതങ്ങളെയാണ് തന്മാത്ര എന്ന് പറയുന്നത്. തന്മാത്ര വെച്ചാൽ അത് മാത്രം, അതിൽ വേറെ ഒന്നും കൂടി കലർന്നിട്ടില്ല. പ്യുവർ ഫോമാണത്. സട്ടിൽ എലിമെന്റ് സൂക്ഷ്മ ഭൂതങ്ങൾ, അതിന് തന്മാത്ര എന്ന് പറയും. അത് പ്രത്യേക ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോഴാണ് സ്ഥൂലഭൂതങ്ങളാവുന്നത്, ഗ്രോസ് എലിമെന്റ് ആവുന്നത്. ആ സ്ഥൂലമായ എലിമെന്റ്സ് ആണ്, ഗ്രോസ് എലിമെന്റ്സ് ആണ് സ്ഥൂല ശരീരം ഉണ്ടാവാൻ കാരണമായത്. അതിനെ ആ സൂക്ഷ്മഭൂതങ്ങളെ ഇവിടെ പറയുന്നത്. നഭഹ എന്ന് പറഞ്ഞാൽ നഭസ്, ആകാശം, സ്പേസ്. നഭസ്വത് എന്ന് പറഞ്ഞാലോ എയർ, വായു. ദഹനൻ ഫയർ, അഗ്നി, ദഹിപ്പിക്കുന്നത്. അമ്പു ജലം, ഭൂമയ എന്ന് പറഞ്ഞിട്ട് ഭൂമി, എർത്ത്. അപ്പൊ ഒന്നാമത്തെ വരിയില് നഭഹ ആകാശം, നഭസ്വത് വായു, ദഹനം ഫയർ അഗ്നി, അമ്പു ജലം, ഭൂമി എർത്ത്. അപ്പൊ ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. സൂക്ഷ്മാണി ഭൂതാനി ഭവന്തി താനി. ഈ 5 സൂക്ഷ്മാനി ഭൂതാനി, സൂക്ഷ്മഭൂതങ്ങളാണ്. സൂക്ഷ്മഭൂതങ്ങളെയാണ് തന്മാത്ര എന്ന് പറയുന്നത്. സൂക്ഷ്മഭൂതം സ്ഥൂലഭൂതം തമ്മിൽ എന്താ വ്യത്യാസം? സൂക്ഷ്മഭൂതത്തിൽ ആ ഒരു ഭൂതത്തിൽ അത് മാത്രമേ ഉള്ളൂ. അതൊരു പ്രത്യേക രീതിയിൽ ഈ ഭൂതങ്ങൾ പരസ്പരം കൂടിക്കലരും. അപ്പോഴാണ് അത് സ്ഥൂലമാവുന്നത്. അതായത് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് ഇത്രയും മനസ്സിലാക്കുക. ഈ സ്ഥൂല ശരീരം സപ്തധാതുക്കളെ കൊണ്ടുണ്ടായതാണ്. കയ്യേകാല്, ശിരസ്, മസ്തകം, അക്ഷസ് മുതലായ അംഗങ്ങളെ കൊണ്ടും ഉപാംഗങ്ങളെ കൊണ്ടുണ്ടാക്കിയതാണ്. ഞാൻ എൻ്റേതെന്നുള്ളതായ അഭിമാനത്തിന് ആശ്രയമായിട്ടുള്ളതാണ്. എൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ അറിയാൻ കഴിയാതെ എന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ, അനാത്മാവുമായി തെറ്റിദ്ധരിപ്പിക്കാൻ ആശ്രയമായിട്ടുള്ളതാണ്. പഞ്ചഭൂതങ്ങളുടെ സ്ഥൂലഭൂതങ്ങളെ കൊണ്ടുണ്ടാക്കിയതാണ്. ഇതാണ് ഈ ശരീരം. ഈ ശരീരത്തെക്കുറിച്ച്, സ്ഥൂല ശരീരത്തെക്കുറിച്ച് കുറച്ചും കൂടി വിശദമായ അറിവ് കിട്ടിയില്ലേ? ഇങ്ങനെയൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ ഈ സ്ഥൂല ശരീരത്തെക്കുറിച്ചിട്ട്, നമ്മുടെ ഈ ശരീരത്തെക്കുറിച്ചിട്ട്? അപ്പോൾ ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി ഇവ ഉണ്ടായപ്പോൾ ആദ്യം സൂക്ഷ്മഭൂതങ്ങളായിരുന്നു. അതിന് തന്മാത്ര എന്ന് പറഞ്ഞു. അതിലത് മാത്രമേ ഉള്ളൂ.
ഇനി ആ ഭൂതങ്ങള് പ്രത്യേക രീതിയിൽ കൂടിച്ചേർന്നിട്ട് സ്ഥൂലമായി തീരും. ആ സ്ഥൂലഭൂതങ്ങളാണ് ഈ സ്ഥൂല ശരീരം ഉണ്ടാക്കാൻ കാരണം. അടുത്ത ശ്ലോകം.